ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നത് സാബു എം ജേക്കബ്. എന്തായാലും വാർത്ത ശരിവെക്കുന്നുണ്ട് അദ്ദേഹം. കിറ്റക്സിനെതിരെ ED നോട്ടീസ് നൽകിയെന്ന വാർത്തയാണ് റിപ്പോർട്ടർ പുറത്തെത്തിച്ചത്. കഴിഞ്ഞ വർഷം മെയ് മാസം ED നോട്ടീസ് അയച്ചിട്ടുണ്ട്. ED ആവശ്യപ്പെടുന്നതനുസരിച്ച് എല്ലാ രേഖകളും നൽകിയിട്ടുണ്ടെന്നും സാബു എം ജേക്കബ് ഇപ്പോൾ പറയുകയായിരുന്നു. TV പ്രസാദും SS ശരണുമാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം TV പ്രസാദിലേക്ക് പോകുന്നു. TV പ്രസാദ്, ഇപ്പോൾ അദ്ദേഹത്തിന്റെ മാധ്യമങ്ങളെ കണ്ടത് നമ്മൾ കണ്ടു. എത്രത്തോളം അസ്വസ്ഥനായിട്ടാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തിയത് എന്ന് നമ്മൾ കണ്ടു. ഈ വാർത്ത ശരിവെക്കുന്നുണ്ട്, നിയമലംഘനം നടന്നിട്ടുണ്ട്, തനിക്കെതിരെ കേസുണ്ട്, നടപടികൾ നടക്കുന്നുണ്ട് എന്നൊക്കെ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ആ വാർത്ത പുറത്തു കൊണ്ടുവന്നതായി പോയി ഇപ്പോൾ അദ്ദേഹത്തിന് വലിയ തെറ്റായി തോന്നുന്നത്. മാധ്യമങ്ങൾക്കാണ്, പ്രത്യേകിച്ച് റിപ്പോർട്ടറിനാണ് എല്ലാ പഴിയും. ഇത് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. കാരണം ഇത്തരം ഒരു വാർത്ത കൊടുക്കുന്ന സമയത്ത് നമുക്കറിയാമായിരുന്നു ഇത്തരത്തിലുള്ള പ്രതികരണം സാബുവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന്. കാരണം അത് ഇത്രയും കാലം അതീവ രഹസ്യമായി സൂക്ഷിച്ചതാണ് റിപ്പോർട്ടർ ഇന്ന് പുറത്തു കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വികാര പ്രകടനവും അതെല്ലാം ഉണ്ടാകും എന്ന് കരുതിയിരുന്നതുമാണ്. മാത്രവുമല്ല, ഇതിപ്പോൾ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നാണ് സാബു എം ജേക്കബ് പറയുന്നത്. അതും നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്. നിയമ നടപടി ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് ആ സത്യം മറച്ചു വയ്ക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ളതാണ്. ഇന്ന് നമ്മളല്ലെങ്കിൽ നാളെ മറ്റൊരാൾ വഴി ഈ വാർത്ത പുറത്തേക്ക് വരും. അതുകൊണ്ട് ആദ്യം വാർത്ത കിട്ടുക എന്നുള്ളത് അത് മിടുക്ക് തന്നെയാണ്. നമ്മുടെ കൊച്ചിയിലുള്ള ശരണാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവരികയും ചെയ്തത്. ഇതിൽ പ്രധാനമായും ആദ്യം തന്നെ റിപ്പോർട്ടറിൻ്റെ വാർത്ത ശരിവെക്കുകയാണ് സാബു എം ജേക്കബ് എന്നുള്ളതാണ്. അതായത് ഇതിലെ പശ്ചാത്തലം ഇതായിരുന്നു: 3 തവണ ഹാജരാകുന്നതിന് വേണ്ടി നോട്ടീസ് നൽകി. ഇപ്പോൾ പറഞ്ഞതുപോലെ അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമാണ് പ്രധാനമായും കിറ്റക്സിൻ്റെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഫെമ നിയമത്തിൻ്റെ ചട്ടലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന കണ്ടെത്തലാണ് ED നടത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 3 തവണ ഹാജരാകുന്നതിന് വേണ്ടി നോട്ടീസ് നൽകുകയും ചെയ്തത്. പക്ഷേ പിന്നീട് ഹാജരായില്ല എന്ന് മാത്രമല്ല, അടുത്ത EDയുടെ ഘട്ടം എന്നുള്ളത് അറസ്റ്റിലേക്ക് നീങ്ങും എന്നുള്ള ഘട്ടത്തിലാണ് BJP നേതൃത്വവുമായുള്ള ചർച്ചയുണ്ടാകുന്നതും ആ ചർച്ചയ്ക്കൊടുവിൽ വികസിത കേരളം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ പെട്ടെന്ന് NDAയിലേക്ക് ചേക്കേറുന്നതും നമ്മൾ കണ്ടത്. അത് ഇന്നിപ്പോൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചതാണ് സാബുവിനെ വല്ലാതെ അങ്ങ് ചൊടിപ്പിച്ചതും ഈ രീതിയിലുള്ള വർത്തമാനം ഉണ്ടാവുകയും ചെയ്തത്. വലിയ വികാരത്തോടെയാണ് സാബു ഇന്ന് റിപ്പോർട്ടറിനോട് സംസാരിക്കുന്നത്. മാധ്യമങ്ങളോടല്ല, റിപ്പോർട്ടറാണ് ഇന്നിപ്പോൾ സാബു എം ജോർജിൻ്റെ ലക്ഷ്യം എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇന്നിപ്പോൾ പുറത്തു വന്ന വാർത്ത, ആ വാർത്ത തുടക്കത്തിൽ തന്നെ സാബു സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വാർത്ത തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല, നോട്ടീസ് അയച്ച കാര്യം പറഞ്ഞിട്ടുണ്ട്, കമ്പനിയിലെ CFO ആണ് ഹാജരായിട്ടുണ്ട് എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ ഇപ്പോൾ കീറ്റക്സിൻ്റെ ഉടമ മാത്രമല്ല സാബു 2020 എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗം കൂടിയാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇക്കാര്യം പുറത്ത് പറയാതിരുന്നത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇങ്ങനെയൊരു വിഷയം ഉണ്ടായത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചതാണ് റിപ്പോർട്ടറിനോട് വല്ലാതെ ഇങ്ങനെ കലി തുള്ളാനുള്ള കാരണമായി നമുക്ക് മനസ്സിലാകുകയും ചെയ്യുന്നത്. എന്തായാലും നമ്മൾ ഇന്ന് കൊടുത്തിട്ടുള്ള വാർത്ത അത് ശരിയാണ് എന്ന് സാബു തന്നെ സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ നിയമ നടപടി സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഇത്തരം വാർത്തകൾ കൊടുക്കുമ്പോൾ വലിയ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവർക്കെതിരെ വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരം നിയമ നടപടികൾ ഇഷ്ടം പോലെ വരാറുണ്ട്. അത് ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാനും നമ്മുടെ സംവിധാനത്തിന് അറിയാമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇനിയും ഇത്തരം കാര്യങ്ങൾ വാർത്ത കൊടുക്കാതിരിക്കുകയല്ല ചെയ്യുക, കൂടുതൽ ഊർജ്ജത്തോടെ നമ്മളിത് കൊടുക്കുകയാണ് ചെയ്യുക. കാരണം പ്രേക്ഷകർ നമ്മളിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അതാണ്. ഇത്തരം ഒളിപ്പിച്ച് വെക്കുന്ന കാര്യങ്ങൾ പോലും പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് സാബുവിൻ്റെ വാർത്താ സമ്മേളനത്തിൽ മറ്റു മാധ്യമങ്ങളെ എല്ലാം ഒഴിവാക്കിക്കൊണ്ട്, അവരെല്ലാം അവഗണിച്ചുകൊണ്ട് റിപ്പോർട്ടറിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള രൂക്ഷമായ വിമർശനങ്ങൾ സാബുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്നുള്ളതാണ്. എന്തായാലും നമ്മുടെ വാർത്ത സ്ഥിരീകരിക്കുന്നു, നോട്ടീസ് കിട്ടി എന്ന കാര്യം സ്ഥിരീകരിക്കുന്നു, CFO ഹാജരായി എന്ന് പറയുന്നു. ഒന്നുകൂടി റിപ്പോർട്ടർ ഉറപ്പിച്ച് പറയുകയാണ്, EDയെ പേടിച്ച് തന്നെയാണ് സാബുവും 2020യും BJPയിലേക്കും NDA പാളയത്തിലേക്കും പോയത്. ആര്യ, തീർച്ചയായും TV പ്രസാദാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്തായാലും റിപ്പോർട്ടറിനെ ഉന്നം വെച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് സാബു എം ജേക്കബ് എത്തിയത്. TV പ്രസാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ അടിവരയിട്ട് റിപ്പോർട്ടർ പറയുകയാണ്, EDയെ പേടിച്ചുകൊണ്ട് തന്നെയാണ് സാബു എം ജേക്കബ് തിടുക്കപ്പെട്ട് ഇത്തരത്തിൽ NDAയിലേക്ക് ചേക്കേറാൻ ഒരു തീരുമാനമെടുത്തത്. നമുക്കറിയാം 2020യിലെ മറ്റ് നേതാക്കന്മാരും അണികളും ഒന്നും അറിയാതെ തിടുക്കപ്പെട്ട് പിന്നെ എന്തിനാണ് NDAയിലേക്ക് ചേക്കേറിയത് എന്ന ചോദ്യത്തിന് സാബു എം ജേക്കബിന്റെ കയ്യിൽ ഒരു ഉത്തരമില്ല എന്നതാണ് സാഹചര്യം.